എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അശ്വഘോഷന്റെ വളരെ പുരാതനവും എന്നാൽ അതേസമയം ഒരുപാട് ആഴത്തിലുള്ളതുമായ ഒരു ഗ്രന്ഥമാണ്. വിശ്വാസത്തിന്റെ ഉണർവ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇതെഴുതിയതെങ്കിലും സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെയും നമ്മുടെയൊക്കെ ജീവിതത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഈ വരികളോടെയാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അല്ലേ? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ ഗ്രന്ഥം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ മനുഷ്യരെ സംശയങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൃത്യമായി എന്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം? നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇതിന്റെ ലക്ഷ്യം വളരെ പ്രായോഗികമാണ്. അതായത് എല്ലാ ജീവജാലങ്ങളെയും ദുരിതങ്ങളിൽ നിന്ന് മാറ്റി ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക്, ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിക്കുക, അതിനൊരു വഴികാട്ടിയാവുക. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ദൗത്യം. ശരി, ഇനി നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അതിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതിൽ പറയുന്ന ബാക്കി എല്ലാ ആശയങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഒരൊറ്റ സങ്കല്പമാണ്. അതാണ് ഏകാത്മാവ്, അല്ലെങ്കിൽ സത്യരൂപം. എന്താണിത്? ഇത് പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ ആത്മാവാണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാത്തിനെയും, എല്ലാ ജീവജാലങ്ങളെയും, നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരൊറ്റ അടിസ്ഥാന യാഥാർത്ഥ്യം. നമ്മളെല്ലാം ആ ഒന്നിന്റെ ഭാഗമാണെന്ന് സാരം. അപ്പോൾ ഈ ഏകാത്മാവിന് 3 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമതായി അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ സത്ത എല്ലാത്തിലും ഒന്നു തന്നെയാണ്. രണ്ടാമതായി അതിന് അനന്തമായ സാധ്യതകളുണ്ട്. പിന്നെ മൂന്നാമത്തേത് ഈ ലോകത്തിലെ എല്ലാ നന്മകളും സൃഷ്ടിക്കാനുള്ളൊരു ശക്തിയും അതിലുണ്ട്. ശരി, ഇനി നമ്മൾ കുറച്ചുകൂടി സങ്കീർണമായ പക്ഷെ വളരെ രസകരമായൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഈയൊരൊറ്റ ആത്മാവ് തന്നെ എങ്ങനെയാണ് 2 വ്യത്യസ്ത രീതികളിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഈയൊരു താരതമ്യം നോക്കൂ. ഇത് യാഥാർത്ഥ്യത്തിന്റെ ആ 2 ഭാവങ്ങളെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഒരു വശത്ത് മാറ്റങ്ങളില്ലാത്ത ശാശ്വതമായ ആ പരമാത്മാവ്, മറുവശത്തോ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ താൽക്കാലികമായ ആത്മാവ്. ഈ ആശയം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ശാശ്വതമായ ആത്മാവ് ഒരു സമുദ്രം പോലെയാണ്. നമ്മുടെയൊക്കെ താൽക്കാലികമായ വ്യക്തിപരമായ അനുഭവങ്ങളോ അത് ആ സമുദ്രത്തിലെ തിരമാലകൾ പോലെയും. കാറ്റടിക്കുമ്പോൾ തിരമാലകളുണ്ടാകുന്നു, അടങ്ങുന്നു. പക്ഷേ തിരമാലകൾ മാറിയാലും സമുദ്രം എപ്പോഴും അവിടെ തന്നെയുണ്ടാകും. അതുപോലെയാണിതും. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇതിന്റെ തത്വചിന്തയെക്കുറിച്ചാണല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അറിവൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരാമെന്നതാണ്. നമുക്കതിലേക്ക് കിടക്കാം. ആ പരമമായ യാഥാർത്ഥ്യത്തോട് നമ്മളെ തന്നെ അടുപ്പിക്കാനായി ഈ ഗ്രന്ഥം 5 വഴികളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് ദാനം, പിന്നെ വിശുദ്ധി, സഹനം, സ്ഥിരോത്സാഹം, അവസാനം ജ്ഞാനവും. ഈ ഓരോ പടിയും നമ്മളെ ആ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. ശരി, ഈ വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കുമ്പോൾ ഈ ആത്മീയ യാത്രയുടെ അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? എന്താണതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? ആ ലക്ഷ്യം ഇതാണ്: നിർവ്വാണം. ഈ വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് വിശദീകരിക്കുന്നതിന് മുൻപ് ഈ ഒരാശയം നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കാം. നോക്കൂ, നിർവ്വാണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് അതൊരു അവസ്ഥയാണ്. നമ്മുടെ താൽക്കാലികമായ മനസ്സിന്റെ തെറ്റായ ചിന്തകളും മിഥ്യാബോധവുമെല്ലാം ഇല്ലാതായി ആ ഒരൊറ്റ പരമമായ യാഥാർത്ഥ്യവുമായി നമ്മൾ പൂർണ്ണമായും ഒന്നായി ചേരുന്ന ഒരവസ്ഥ. അവിടെ തെറ്റായ ആശയങ്ങളില്ല, യാഥാർത്ഥ്യം മാത്രം. അപ്പോൾ ഈയൊരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായി ലോകം മുഴുവൻ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനം മാത്രമാണെങ്കിൽ, ആ മനസ്സിനാണെങ്കിൽ ഒരു രൂപവുമില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണീ കാണുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു.